ഞാൻ മന്ത്രിയായിട്ട് സ്ഥാനം എടുത്തത് കഴിഞ്ഞ 12-ാം തീയതിയാണ്. ഒരു മാസം പോലും ആയിട്ടില്ല. അപ്പം തന്നെ ധാരാളം ആൾക്കാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആദ്യം മുതലപ്പൊഴിയിൽ സന്ദർശിക്കണം, പ്രഖ്യാപനം നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുകയുള്ളൂ, ചെയ്തതിന് ശേഷം പ്രഖ്യാപിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഡൽഹിയിൽ ഏതാണ്ട് നിരന്തരമായിട്ടുള്ള മീറ്റിങ്ങുകൾ, 4 മീറ്റിങ്ങുകൾ ഒഫീഷ്യലായിട്ട് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാർ, അതിൻ്റെ കൺസേൺഡ് ആയിട്ടുള്ള ഓഫീസേഴ്സൊക്കെ ആയിട്ട് കൂടി. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ ആ ഒരു നല്ല റിയാക്ഷനാണ് ഇവിടുന്ന് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അവിടെ നിർദ്ദേശം കൊടുത്തു, ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്യുക, അവർ ബന്ധപ്പെട്ട് ലാസ്റ്റ് ഇതുവരെ സ്റ്റേജ് വരെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് നടക്കുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് പോകാം, അവിടെ സന്ദർശിക്കാം. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദഗ്ധരുമായിട്ട് ഇവിടെ എത്തിയിരിക്കുക. രാവിലെ സംസ്ഥാന സർക്കാരിൻ്റെ ഒഫീഷ്യൽസുമായിട്ട് സംസാരിച്ചു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇതിൻ്റെ DPR തയ്യാറാക്കുന്നത് കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ അല്ല, ഇതിൻ്റെ വിദഗ്ധരാണ്. അതായത് വിദഗ്ധ നിർദ്ദേശം മറികടന്നാൽ, നാളെ ഒരു സംഭവം ഉണ്ടായാൽ അതിനെപ്പറ്റി അന്വേഷണം നടക്കും. അന്വേഷണം നടക്കുന്ന അവസരത്തിൽ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാകും. ജുഡീഷ്യൽ റിവ്യൂ ഉണ്ടാകുന്ന അവസരത്തിൽ എന്തുകൊണ്ട് വിദഗ്ധ അഭിപ്രായം നടപ്പിലായില്ല എന്നുള്ള ചോദ്യം വരും. അപ്പോൾ അത് നടപ്പിലാക്കിയവർ ലയബിളാകും. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ മുഴുവൻ, ഇന്ന് രാവിലെ ഇവിടുത്തെ അല്ലാത്തവരുടെയും ഞാൻ കേട്ടു. കാരണം സംസ്ഥാന സർക്കാർ നിരന്തരമായിട്ട് ഇവിടെയുള്ള ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സർക്കാരിൻ്റെ പ്രതിനിധികൾ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഗസ്റ്റ് ഹൗസിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധികളും വരുന്നതുകൊണ്ട് അവർ പറഞ്ഞതെല്ലാം തന്നെ നമ്മൾ കേട്ടു. ഇപ്പം നിങ്ങൾ കണ്ടു കാണും, പറഞ്ഞത് നമ്മൾ കേൾക്കുകയാണ് ഉണ്ടായത്. കാരണം DPR സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് 1 മാസത്തിനുള്ളിൽ DPR തയ്യാറാക്കി തരാം എന്നാണ്. അങ്ങനെയാണ് എങ്കിൽ അത് വിദഗ്ധമായിട്ട് പഠിച്ചതിന് ശേഷം എത്രയും വേഗം കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി കൊടുക്കും. അനുമതി കൊടുക്കുക എന്ന് പറഞ്ഞാൽ 60% മാത്രമേ കേന്ദ്ര സർക്കാരിൻ്റെ ഉണ്ടാവുകയുള്ളൂ. 40% സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ്. അതിന് സംസ്ഥാന സർക്കാർ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടു, ഇതിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളാണ്. അവരെ ഞാൻ കണ്ടു, ജനപ്രതിനിധികൾ, കേരളത്തിലെ എല്ലാ MP-മാരും, രാഷ്ട്രീയത്തിന് അതീതമായിട്ട് എല്ലാ MP-മാരും എന്നെ കാണുകയും 1-2 പേര് തിരക്കുള്ളവർ കാണുമായിരിക്കും. അല്ലാത്തവരെല്ലാം തന്നെ തീരദേശമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഞാനുമായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്തു. അവരുടെ അഭിപ്രായം സ്വീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ അഭിപ്രായങ്ങൾ, അതിൻ്റെ സ്റ്റേക്ക് ഹോൾഡർ ആയിട്ടുള്ള ആൾക്കാരുടെ, ഡയറക്റ്റ് ആയിട്ടുള്ളവരുടെ അഭിപ്രായം ഈ DPR പരിഗണിക്കുന്ന അവസരത്തിൽ അവരുടെ അഭിപ്രായം കൺസിഡർ ചെയ്യണം എന്ന് ഒഫീഷ്യലായിട്ട് ഞാൻ നോട്ട് കൊടുത്തിട്ടാണ് പോന്നിരിക്കുന്നത്. അപ്പോൾ അതേതായാലും ആ തലത്തിൽ നടക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, അതങ്ങനെ പറയുകയാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ജനപ്രതിനിധികളെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ടവരാണ്. ജനങ്ങളുമായിട്ടുള്ള ചർച്ച നടന്നു, ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ചർച്ച നടന്നു. ഇനി ഫർദറായിട്ട് ഈ ഇവിടുന്ന് DPR കിട്ടുന്നതിൻ്റെ, ഫൈനൽ കിട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നടക്കും. സ്ട്രക്ചറൽ ഡിസൈൻ അതിൻ്റെ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ തന്നെ ഇവിടെ കേട്ട് കാണും. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് മത്സ്യപ്രവർത്തകർ തന്നെ പറയുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. അതാണ് ഞാൻ ഇടയ്ക്ക് ഒക്കെ ചിരിച്ചുകൊണ്ടിരുന്നത്. കാരണം ഒന്നിന് വ്യത്യസ്തമായിട്ട് വേറൊന്നു വരും. അപ്പോൾ അതെല്ലാം കൂടെ പഠിച്ചിട്ട് നമ്മൾ സ്ട്രക്ചറൽ ഡിസൈൻ സംബന്ധിച്ചുള്ള ഒരു തീരുമാനം, സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം ഉണ്ടാകും. അത് കഴിഞ്ഞാൽ, അത് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉടനെ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം, പറഞ്ഞല്ലോ വിദഗ്ധ സമിതിയുടെ അഭിപ്രായം എന്തിനാണ്, ഉടൻ തന്നെ അതിനു വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. അതിൻ്റെ
സംസ്ഥാന സർക്കാർ പറഞ്ഞതനുസരിച്ച് ലാസ്റ്റ് സ്റ്റേജിലാണ്. അവർ 1-2 മാസം മാത്രമേ അത് തരാൻ വേണ്ടിയുള്ള സ്വയം പറയുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ അധികം താമസിക്കാതെ പണി തുടങ്ങാൻ സാധിക്കും എന്നാണ് നമ്മളൊരു നിഗമനത്തിൽ എത്തിയിരിക്കുന്നത്. ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു പ്രധാന കാര്യം മാധ്യമങ്ങൾ ഈ കാര്യത്തിൽ വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ ഇഷ്യൂവിൽ വളരെ സെൻസിറ്റീവായതുകൊണ്ട് മാധ്യമങ്ങൾ വളരെയധികം സഹായിക്കുന്നുണ്ട്. ആ സഹായം തുടരണം. ഇപ്പോഴുള്ള പോസിറ്റീവായിട്ടുള്ള സഹായം തുടരണം. അതെന്താണെന്ന് പറഞ്ഞ് ഇപ്പം തന്നെ നമ്മൾ കേട്ട് കഴിഞ്ഞു. വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായം ഉണ്ടെങ്കിലും മാധ്യമങ്ങളുടെ സഹായം ഈ കാര്യത്തിൽ തുടരണം. അത് അഭിനന്ദനാർഹമാണ്. ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഫീഷ്യലായിട്ടെല്ലാം നടക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞു, സംസ്ഥാനവും കേന്ദ്രവുമായിട്ടെല്ലാം സഹകരിച്ചാണ് പോകുന്നത്. അതായത് മുഴുവൻ എല്ലാവരും അറിഞ്ഞാണ് പോകുന്നത്. അത്രയും പോരെ? അല്ല, ഞാൻ പറയുന്നത് എല്ലാവരും അറിഞ്ഞാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞോ? അല്ല, ഇത് കഴിഞ്ഞോ? പ്രൊസീജിയർ കഴിഞ്ഞില്ലല്ലോ. ഞാൻ ഡൽഹിക്ക് പോയിട്ടില്ലല്ലോ. അത് നടക്കുകയല്ല. ഞാനിവിടെയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു സ്റ്റെപ്പായിട്ട് പറഞ്ഞല്ലോ. ഇനി ഞാൻ വീണ്ടും ഇവരുമായിട്ടിരിക്കും. എന്നിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടുന്ന് പോയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ അവസാനിച്ചു എന്ന് കരുതണ്ട. അതൊക്കെ അത് തീരുമാനിച്ചതിന് ശേഷമല്ലേ, DPR കിട്ടിയതിന് ശേഷമല്ലേ. ഇല്ല, DPR വരുമ്പോഴല്ല അതിൻ്റെ പൈസയൊക്കെ എത്രയാണെന്ന്. അത് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, സ്ട്രക്ചറൽ ഡിസൈൻ സംബന്ധിച്ചുള്ള ചില കാര്യങ്ങളാണ്. അപ്പോൾ അത് ഇവരെ എല്ലാം കേട്ടതാണ്. ഇവർ പറഞ്ഞത് മുഴുവൻ ഒരാൾ പറഞ്ഞതിന് ഞാൻ തടസ്സപ്പെടുത്തിയില്ല. ചില പുതിയ പോയിന്റുകൾ വന്നപ്പോൾ ഇവരോട് പ്രത്യേകം നോട്ട് ചെയ്യാൻ പറഞ്ഞു. ഈ കടലിൻ്റെ ബോട്ടം സ്ഥലത്ത് അണ്ടർ കറണ്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ഒരു സാധനമാണത്. അത് പഠിക്കണം എന്ന് പറഞ്ഞ ഇതുണ്ട്. അപ്പോൾ ഇവരുമായിട്ട് ഇനി സംസാരിച്ചതിന് ശേഷം ഫർദർ സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടും. അല്ല, അങ്ങനെയല്ലല്ലോ. ഇപ്പൊ കേട്ടില്ലേ, ഇവരല്ലേ യഥാർത്ഥത്തിൽ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇതെല്ലാം ഈ നമ്മുടെ DPR കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ല, അത് സ്റ്റേറ്റ് സർക്കാർ, സംസ്ഥാന സർക്കാർ അവരുടേതായിട്ടുള്ള തീരുമാനം അനുസരിച്ച് ചെയ്യും. അവരുടെ പരിധിയിൽ വരുന്ന അവർ ചെയ്യും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഇടപെടണ്ടല്ലോ. ഞാൻ പറഞ്ഞല്ലോ, തീർന്നിട്ടില്ല. ഞാനിവിടെയുണ്ട്. ഞാൻ തിരുവനന്തപുരത്തുണ്ട്. എൻ്റെ കൂടെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാനിവിടെ ജനങ്ങളുമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ ജനപ്രതിനിധികളുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞിട്ടും മനസ്സിലായില്ലേ? ഞാനിവിടുന്ന് പോയിട്ടില്ലെന്നല്ലേ. ഈ പ്രക്രിയ കഴിഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? നിങ്ങൾക്ക് മനസ്സിലായില്ല. DPR തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞതാണ്, ഞാൻ പത്രത്തിലൂടെ കണ്ടതാണ്, മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളാണ്. അവരോട് ടീം സംസാരിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിനെ ഫോളോ ചെയ്യുന്നു. അതിൻ്റെ അകത്ത് പുതിയതായിട്ട് വന്നത് ഈ കൺസിഡർ ചെയ്യുന്ന അവസരത്തിൽ ഇട്ട് കൊടുക്കണ്ടേ? അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട്
ഇനി നിങ്ങളുടെ സ്കൂപ്പിന് വിടുന്നു. ഇനി അത്രയും പോലെ. ഇതിൽ കൂടുതൽ എങ്ങനെയാ പറയുക? ഇതിൽ കൂടുതൽ എങ്ങനെയാ പറയുക? ഇവരുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സംസ്ഥാന സർക്കാരുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള ബന്ധം, പിന്നെ ഈ നമ്മുടെ സ്ട്രക്ചറൽ ഡിസൈൻ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത്. സ്ട്രക്ചറൽ ഡിസൈന് ഇതുകൊണ്ട് അതുപോലെ തന്നെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡികളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അല്ല, അതൊക്കെ പറഞ്ഞല്ലോ, എല്ലാം സ്റ്റഡി ചെയ്യുന്നു. അപ്പോൾ എന്നാൽ ശരി.